ഹായ് എവ്രി വൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബ്രൈറ്റനിങ് മാസ്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കടലമാവും പിന്നെ നമ്മുടെ പ്രധാന ഐറ്റമായിട്ടുള്ള ആലോവേര ജെല്ല് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആലോവേര ജെല്ല് ഞാൻ മേടിച്ചിട്ടുള്ളത് നമ്മുടെ ആസ്റ്റൻ്റെ ഫാർമസിയിൽ നിന്നാണ്. എനിക്ക് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ലതായിട്ട് ഫീൽ ചെയ്തൊരു ട്യൂബാണ് കേട്ടോ ഈ കാണുന്ന ആലോവേര ജെല്ലിൻ്റെ. അപ്പോൾ കുറച്ച് നമുക്കത് സ്ക്വീസ് ചെയ്ത് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത്, കാരണം ഭയങ്കര ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിപ്പോൾ അത്രയും തിക്കാക്കണം. നമുക്ക് ചെറിയൊരു തിക്നെസ് വന്നാൽ മതി. അപ്പോൾ നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഏത് കൺസിസ്റ്റൻസിയിലാണ് വരണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്കിതിലോട്ട് പ്രധാന ഐറ്റമായിട്ടുള്ള ബെഞ്ചാറാസിൻ്റെ റോസ് വാട്ടർ ജെല്ല് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും ഞാൻ റീസെൻ്റ്ലി മേടിച്ചതാണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ പറയാം കേട്ടോ. ഇനി നമ്മൾ അതിലോട്ട് കുറച്ചായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, മിക്സിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യുക. ഒരു തരിതിരി ഒന്നും വരാത്ത രീതിയിൽ തന്നെ മിക്സ് ചെയ്യാം. കൈകൊണ്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫേസിൽ ഈ സാധനം അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഒരു പേസ്റ്റ് രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. ഒരുപാട് വെള്ളം രൂപത്തിലായി പോകരുത്. അപ്പോൾ ഫേസ് ഫുള്ളായിട്ട് നെക്കും കവർ ചെയ്യാൻ നോക്കാം. എനിക്ക് നെക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല, അപ്പോഴത്തേക്കും സാധനം തീർന്നുപോയി. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഈ കാണുന്നൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. ഞാനൊരു 2 days ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. മോർണിംഗും നൈറ്റും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നിയത് കുറച്ച് ഹൈഡ്രേറ്റിംഗ് ആക്കുന്ന ഒന്നാണ് കേട്ടോ ഇത്. നല്ലപോലെ സ്പ്രേ ചെയ്തിട്ട് രാത്രി കിടന്നുറങ്ങിയാൽ മതി, നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആക്കും. സോ ഇതാണ് എൻ്റെ ചോട്ടു. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. ഇതാണ് ഞങ്ങളുടെ ചോട്ടു. ഞാൻ ഇവനെ കുറച്ച് ദിവസമേ പരിചയപ്പെടുത്തുന്നെന്ന് ആഗ്രഹിക്കുന്നു. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഐസ് ക്യൂബ് വെച്ച് നല്ലപോലെ ഫേസിൽ മൊത്തം നമുക്കതങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. താഴെ ചാടാതെ സൂക്ഷിക്കുക കേട്ടോ. ഞാൻ താഴെ ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബൗള് താഴെ പിടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടവ്വലോ എന്തെങ്കിലും ഒരു കോട്ടൻ്റെ എന്തെങ്കിലും തുണി താഴെ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ, വെള്ളം മേത്തോട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ബൗളാണ് വെച്ചിട്ടുള്ളത്. ഇനി എനിക്കിതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിപ്പോയി ഫേസ് വാഷ് ചെയ്തു. നിങ്ങൾക്ക് വേണ്ടി വൈപ്പ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇത് ഗൈസ് നല്ല ടൈറ്റൻ ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു ഈവൻ സ്കിൻ ടോൺ നമുക്ക് ഫേസിന് തരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു ഫംഗ്ഷൻ പോകുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ട്രൈ ചെയ്തോളൂ. ബൈ ബൈ.